കഴിഞ്ഞ ഒരാഴ്ചക്കാലം കണ്ണിൻ്റെ കൃഷ്ണവന് പോലെ നമ്മളെ കാത്ത് പരിപാലിച്ച നമ്മുടെ നല്ല കർത്താവ്. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ കൂടെ ഒപ്പമുണ്ടായിരിക്കുന്ന പലരും പാതിവഴികൾ വീണ് പോകുമ്പോഴും പലരും പല പ്രതിസന്ധികളിലായിരിക്കുമ്പോഴും നമ്മളെ ഇങ്ങനെയൊക്കെ നടത്തിയ കർത്താവിനെ നമുക്ക് എത്ര സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ. നമുക്ക് സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, പാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കണം. കരങ്ങളെ എത്രത്തോളം ശക്തിയോടെ അടിച്ച് സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ശക്തിയോടെ സ്തുതിക്കുക. എത്രത്തോളം ഉച്ചത്തിൽ സ്തുതിക്കാൻ കഴിയുമോ അത്രത്തോളം ഉച്ചത്തിൽ സ്തുതിക്കുക. കാരണം നിങ്ങൾക്ക് ഈ ശബ്ദത്തെ തന്നത് നമ്മുടെ നല്ല കർത്താവ്. ശബ്ദത്തെ തന്നുവെങ്കിൽ ആ ശബ്ദമുയർത്തി സ്തുതിച്ചു കൊണ്ടേയിരിക്കുക. അല്പനേരത്തെ വചനധ്യാനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വേദഭാഗം മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കൊരു നിമിഷം കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ ഞങ്ങളെ തലകളെ വണക്കാം, നിങ്ങളെ ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാം. ആമേൻ. യേശുവേ, ഈ വചനത്താൽ തന്നെ ഇന്ന് എന്നോട് സംസാരിക്കണമേ. എന്നോട് വാദിക്കുന്ന പിശാചിനോട് നീ ഇന്ന് സംസാരിക്കണമേ. പാതി വഴിയിൽ തള്ളിയിടുവാൻ, പതിയിരുന്ന് എന്നെ വിഴുങ്ങുവാൻ തയ്യാറായിരിക്കുന്ന ആ സിംഹത്തിൻ്റെ വായിൽ നിന്നും, ആ പെരുമ്പാമ്പിൻ്റെ കെണിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. പതിയിരിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. വചനത്തിന് മുൻപിൽ അടിയനെയും പ്രിയജനത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനത്താൽ തന്നെ വിടുതൽ ചെയ്താട്ടെ. കേൾപ്പിച്ച വചനം മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിശാചിൻ്റെ നിലവിളി. ഹല്ലേലൂയ. ചില നിലവിളികൾ ഇന്ന് ഇതിനകത്തുയരും. ഹല്ലേലൂയ. നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, സമർപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മേൽ വാദിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ്റെ നിലവിളികൾ ഇന്നിതിനകത്തുയരും. നിലവിളിച്ചുകൊണ്ട്, അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകുന്ന പിശാച്. ഹല്ലേലൂയ. ഇന്ന് നടക്കുന്ന ചിന്തയ്ക്ക് ഹല്ലേലൂയ മാർക്കോസിൻ്റെ സുവിശേഷം 5-1 മുതൽ 20 വാക്യങ്ങളിൽ നിന്നാണ് സംസാരിക്കുവാൻ അടിയൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. 1-ാം അധ്യായം ഇപ്രകാരം പറയുന്നു, അവർ കടലിൻ്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ഹല്ലേലൂയ. അതെ, യേശുവും ശിഷ്യന്മാരും കടലിൻ്റെ അക്കരെയുള്ള ഗദരദേശത്തേക്ക് കടന്നു വരിക. ഹല്ലേലൂയ. ആ ഗദരദേശത്തേക്ക് കടന്നു വരുമ്പോൾ യേശുവും ശിഷ്യന്മാരും ഒരു വലിയ കഷ്ടത്തിലൂടെയാണ് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു വലിയ കഷ്ടത്തിലൂടെ. മാർക്കോസിന്റെ സുവിശേഷം 4:35 മുതൽ 41 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നു. യേശുവും ശിഷ്യന്മാരും ഗലീല കടലിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ അവിടെ വെച്ച് കാറ്റും കോളും ഉണ്ടാകുന്നു. ആ കാറ്റിനെയും ആ കടലിനെയും ശാന്തമാക്കി. ഹല്ലേലൂയ. എന്തുമാത്രം കഷ്ടത സഹിച്ചു വരുന്നുണ്ട്. അവർ കടന്നു വരുമ്പോൾ ഒറ്റയ്ക്കല്ല വരുന്നത്, അവരോടൊപ്പം ചെറു പടകുകളും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി വന്നു? അതെ, എനിക്ക് വേണ്ടി കടന്നു വരുന്നവൻ അവിടെ ഒരുവന് വേണ്ടി കടന്നു ചെല്ലുന്നുണ്ട്. ഒരേ ഒരുവന് വേണ്ടി. ഹല്ലേലൂയ. അതെ, യേശുവിൻ്റെ 16-ാമത്തെ ഹല്ലേലൂയ അത്ഭുതമെന്ന് പറയുവാൻ തന്നെ ഇത് സാധിക്കും. ഹല്ലേലൂയ. ആ 16-ാമത്തെ അത്ഭുതത്തിലേക്ക് യേശു കടന്നു ചെല്ലുന്നത് ഒരു കാറ്റിനെയും കോളിനെയും അമർത്തിക്കൊണ്ട, ചിലതിനെയൊക്കെ എതിരെ നിൽക്കുന്ന ചിലതിനെയൊക്കെ ശാന്തമാക്കിക്കൊണ്ട. അതെ, പിശാച് എതിരെ നിൽക്കുന്നു. ആ ഭൂതത്താൻ ബാധിച്ചവന്റെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നിന്നെ ഞാൻ അടുക്കുവാൻ അനുവദിക്കുകയില്ല എന്ന് കടലിന് മുകളിൽ ആ കാറ്റായി, കോളായി, തിരമാലയായി നിന്നെ ഇപ്പോൾ നിന്നോടൊപ്പമുള്ള ഞാൻ മോക്കുമെന്ന് പറഞ്ഞ് അലയടിക്കുന്ന കടൽ. ഹല്ലേലൂയ. അതിനുമേൽ വിജയം കൈവരിച്ച് കടന്നു വരുന്ന യേശു. ഹല്ലേലൂയ. അതെ, പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്നവനെ എതിരേറ്റു. അതാ, യേശു പടകിൽ നിന്ന് ഇത്രയും വലുതിനെ ശാന്തമാക്കി കടന്നു വന്ന് കരക്കിറങ്ങിയപ്പോൾ തന്നെ ചിലത് ഭയപ്പെട്ട അടുത്തേക്ക് ഓടി വരിക, നിലവിളിച്ചുകൊണ്ട് ഓടി വരിക. ഹല്ലേലൂയ. കാരണം ഇതിലും വലുത കടലിൽ സംഭവിച്ചു. ഹല്ലേലൂയ. മുക്കുവാൻ തക്കവണ്ണം തന്നോടൊപ്പം
മറ്റുള്ളവരെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ കടലിൽ യാത്ര ചെയ്യുമ്പോൾ, ഓളം തല്ലുമ്പോൾ നമ്മൾ ഭയപ്പെടും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഉയർന്ന തിരമാല വരുമ്പോൾ എന്ത് ചെയ്യും? ഒപ്പം കാറ്റും കൂടി അടിച്ചാൽ എന്ത് ചെയ്യും? യേശു കൂടെയുണ്ട്. എങ്കിലും ശിഷ്യന്മാർ അത്യന്തം ഭയപ്പെട്ടു. ഹല്ലേലൂയ. ആ ഭയത്തെ നീക്കിക്കൊണ്ട് കടന്നു വരുന്നതിനെ പിശാച് കാണുന്നു. ഹല്ലേലൂയ. ചിലതിനെ അയച്ചു ഭയപ്പെടുത്തുമാറാക്കിയ പിശാച് കടന്നു വന്ന ജയിച്ചു വെച്ച ഒരു പോരാളിയെ പോലെ ജയിച്ചു വരുന്ന യേശുവിനെ കാണുന്ന ആ യേശുവിനെ കണ്ട ഉറക്കെ നിലവിളിക്കുന്ന. ഹല്ലേലൂയ. ആ കടന്നു വരുന്നവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു എന്ന് വചനം വ്യക്തമായി പറയുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടായിരുന്നു. ഹല്ലേലൂയ. കല്ലറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവൻ മരിച്ചവരുടെ ഇടയിൽ പാർത്തുകൊണ്ടിരുന്നു. അവന് മരണമായിരുന്നു ഇഷ്ടം. മരിച്ചവന്റെ ഇടയിൽ പാർക്കുന്നവൻ, ഒറ്റപ്പെടലുകൾ ഇഷ്ടപ്പെട്ടവൻ, ഒറ്റയ്ക്കിരിക്കുവാൻ ഇഷ്ടപ്പെട്ടവൻ. ഹല്ലേലൂയ. ലൂക്കോസ് 8:23 ഇങ്ങനെ പറയുന്നു, ഭൂതം അവനെ കാടുകളിൽ ഓടിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. ഹല്ലേലൂയ. അവന്റെ മേൽ പിശാച് ഇടപെടുമ്പോൾ അവൻ സമതല വിട്ട് ഓടുമാറായി കാടുകളിലേക്ക് അവൻ അന്തിയുറങ്ങുന്നത്. ഹല്ലേലൂയ. കല്ലറകളിൽ. ഹല്ലേലൂയ. സ്വബോധം നഷ്ടപ്പെട്ട്. ഹല്ലേലൂയ. നമ്മളും അങ്ങനെ തന്നെയാ. ദേഷ്യം വരുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മുടെ സ്വബോധം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ആത്മാവിനെ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. നമ്മുടെ മേലൊരു ദേഷ്യം കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ചെറിയൊരു കാര്യത്തിന്മേൽ പിശാച് ഊതി പെരുക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ചെറിയ കാര്യത്തെ ഹല്ലേലൂയ കടന്നു വരുന്നതിനെ ഹല്ലേലൂയ എടുത്തു വച്ച് ഹല്ലേലൂയ. ആ മുടിയനായ പുത്രൻ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ജ്യേഷ്ഠൻ വാദിച്ചതുപോലെ, തൻ്റെ അപ്പനെടുത്ത് ജ്യേഷ്ഠൻ വാദിക്കുന്നത് പോലെ പിശാചിന്റെ മേൽ വാദിച്ചു കൊണ്ടിരിക്കുന്നു. പല സമയങ്ങളിലും അവൻ നിന്നെ കരങ്ങളിലെടുത്ത് നിന്റെ നാവിനെ അവൻ്റെ വഴിക്കാക്കുന്നു, പിശാചിന്റെ വഴിക്കാക്കുന്നു. അവന് പറയാനുള്ളത് നിന്റെ നാവിൽ കൂടി പാപം ചെയ്യിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ അവൻ കരങ്ങളിൽ വഹിക്കുമ്പോൾ നീ എന്ത് ചെയ്യുന്നു, നീ എങ്ങനെ പ്രവർത്തിക്കുന്നു, അടുത്ത നിമിഷം ഏത് നിലയിലേക്ക് പെടുന്നതെന്ന് നമുക്ക് അറിയുവാൻ കഴിയാത്തൊരവസ്ഥ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഉഗ്രമായ ദേഷ്യം വരുമ്പോൾ, പിശാച് നമ്മുടെ മുന്നിൽ ഇടപെടുമ്പോൾ, സമതല തെറ്റിയ ഒരു മനുഷ്യനെ പോലെ, ഒരു വിഭ്രാന്തി പിടിച്ച ഒരു മനുഷ്യനെ പോലെ നമ്മൾ പലരും ഭവനങ്ങളിലും പലയിടങ്ങളിലും ആർത്തു നിലവിളിച്ചിട്ടുണ്ട്, ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട്, ഒറ്റപ്പെടലുകൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവനിഷ്ടം ഒറ്റപ്പെടുത്താനാ. പിശാചിന്റെ ആവശ്യം അതാ, ഒറ്റപ്പെടുത്തണം. ഒറ്റപ്പെടുമ്പോൾ നമ്മൾ അവിടെ പലതും ചിന്തിക്കും. ആ ചിന്തയ്ക്കകത്ത് അവന് കയറിയിരുന്ന് കുറ്റം പറയണം. നീ ഇപ്പോൾ ആയിരുന്നപ്പോൾ നിന്നോട് യേശു എന്ത് ചെയ്തു, അല്ലെങ്കിൽ ദൈവം നിന്നോട് എന്ത് പ്രവർത്തിച്ചു, നിന്നെ അവൻ വിഷമിപ്പിച്ചില്ലേ, നിന്നെ സങ്കടപ്പെടുത്തിയില്ലേ, അവൻ ഇങ്ങനെ നിന്നോട് വാദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ നിലകളിൽ ആരോടൊക്കെയോ വാദിച്ചു കൊണ്ടിരിക്കുക. പിശാച് അമിതമായി ഇടപെട്ട് ഒരു വാദം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒന്ന് തിരിച്ചറിഞ്ഞേ, നമ്മളെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തു നോക്കിയേ, ഒന്ന് വിട്ട് കൊടുത്തു നോക്കിയേ. നമ്മുടെ അപ്പനോട് സംസാരിക്കും. ഇത്രയും കാലം നമ്മളെ അടക്കി വെച്ചിരുന്ന പിശാച് നിലവിളിച്ചുകൊണ്ട് പുറത്തു പോകുമ്പോൾ നമ്മുടെ അപ്പനോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതെ, ആ പിശാച് അവനെ പലപ്പോഴും ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടിരുന്നു. അവൻ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും ആ ചങ്ങലകളെ പൊട്ടിച്ച് വിലങ്ങുകളെ ഉരുമി ഒടിച്ചു കളഞ്ഞ് അവൻ്റെ ശക്തി എത്രമാത്രം നോക്കിയേ. ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ നിൽക്കുകയില്ല. ഇതുപോലെ ചിലപ്പോൾ നമ്മുടെ നാവിന്മേൽ നിന്ന് വിടുന്ന വാക്കുകൾ എങ്ങനെ ബന്ധിക്കാൻ നോക്കിയാലും അത് ബന്ധിക്കാൻ കഴിയാത്ത രീതിയിൽ നാവിന്മേൽ നിന്ന് ഒരു ദ്രോഹത്തിൻ്റെ വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ. ഹല്ലേലൂയ. ചങ്ങല ഉടയ്ക്കാനാണോ പാട്? പിശാച് കയറുമ്പോൾ ഇരുമ്പ് ചങ്ങല പൊട്ടിയെങ്കിൽ നിന്റെ നാവിന്മേൽ അവന് എത്രയധികം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. എത്രമാത്രം അവൻ കരങ്ങളിലെടുക്കും. അതാ അവൻ്റെ അടുത്തേക്കാണ് യേശു കടന്നു വരുന്നുവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആർക്കും അവനെ അടുക്കുവാൻ പോലും കഴിയുന്നില്ല, അവനെ അടക്കുവാൻ പോലും കഴിയുന്നില്ല. നമ്മളും സമതല വിട്ട് പലപ്പോഴും പെരുമാറുമ്പോൾ നമ്മുടെ ഒപ്പം ഇരിക്കുന്നവർ പറയും അടങ്ങെന്ന് പറഞ്ഞാലും നമ്മൾ അടങ്ങാതെ ഇരട്ടിയായി ഉഗ്രത്തിൽ കോപിച്ച് ഒരു സമതല വിട്ടതുപോലെ പെരുമാറുമെന്നാണ് വചനം പറയുന്നു. ഹല്ലേലൂയ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പിശാച് ഇടപെടുന്ന അങ്ങനെ തന്നെയാ.
പിശാചിൻ്റെ ഇടപെടൽ അത് തന്നെയാ. ഒരു വ്യക്തിയെ അവൻ കാർന്ന് തിന്നുന്നു, അവൻ്റെ തലച്ചോറിനെ മരവിപ്പിക്കുന്നു, അവൻ്റെ ഹൃദയത്തെ അവൻ മരവിപ്പിക്കുന്നു, അവൻ അതുവരെ സ്നേഹിച്ചവരെ അറിയാതെ വണ്ണം പെരുമാറുന്നു. ഹല്ലേലൂയ. അമ്മയെ തിരിച്ചറിയുവാൻ കഴിയാതെ, മക്കളെ തിരിച്ചറിയുവാൻ കഴിയാതെ, ഭാര്യയെ തിരിച്ചറിയുവാൻ കഴിയാതെ, സ്നേഹമെന്നറിയാതെ, ലോകത്തെ അറിയാതെ, ചുറ്റുമുള്ളവരും അറിയാതെ, നമ്മുടെ യേശുവിനെ പോലും അറിയാതെ, നമ്മുടെ ദൈവത്തെ പോലും സ്നേഹിക്കാതെ, പലപ്പോഴും സമതല വിട്ടവനെ പോലെ പെരുമാറുന്ന അവസ്ഥ. ഹല്ലേലൂയ. അവൻ പാർക്കുന്നത് കല്ലകറിൽ പാർക്കുന്നത് പോലെ അവൻ മലകളിനിടയിൽ കൂടെ നിലവിളിക്കുന്നു. അവൻ നിലവിളിച്ച് ശബ്ദമുണ്ടാക്കി തന്നെത്താനെ ചതയ്ക്കുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. ആ ഭൂതം ബാധിച്ചവൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? അവൻ വസ്ത്രം ധരിക്കത്തില്ല, അവൻ കല്ലറയിൽ പാർക്കുന്നു, അവൻ ഇടവിടാതെ നിലവിളിക്കുന്നു, തന്നെത്താനെ ചതയ്ക്കുന്നു, കാട്ടിലേക്ക് ഓടുന്ന അവസ്ഥ, വിലങ്ങും ചങ്ങലകളും പൊട്ടിക്കുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പിശാച് അവനെ കരങ്ങളിലടിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തിയിൽ വരുന്ന മാറ്റമാ. ഹല്ലേലൂയ. നമ്മൾ ചിലത് വേണ്ടാത്ത ചിലതിനെ നമ്മൾ കരങ്ങളിൽ എടുക്കുമ്പോൾ ഇതേ മാറ്റം നമ്മുടെ ഇടയിലും ഉണ്ടാവാറുണ്ട്. മദ്യപിച്ചിരിക്കുന്ന ഒരു വ്യക്തി സമതയില്ലാതെ പെരുമാറുന്നത് പോലെ അവൻ തിരിച്ചറിയില്ല. ഹല്ലേലൂയ. അവനും ഇതാ ചെയ്യുന്നേ, അവൻ വസ്ത്രം ധരിക്കുകയില്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മൾ റോഡിൽ പലപ്പോഴും പോകുമ്പോൾ പലരും മദ്യപിച്ച് വഴിയിൽ കിടക്കുന്ന കാണാറുണ്ട്. അവൻ ഇട്ടിരിക്കുന്ന വസ്ത്രം നേരെ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ കിടക്കുന്ന എവിടെയെന്ന് അറിയുകയില്ല, അവൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്ത് വരുമ്പോൾ പലരും ഇതുപോലെ വാഹനത്തിനകത്ത് കയറിയിട്ട് ടിക്കറ്റ് എടുക്കുവാൻ അറിയാൻ പോലും കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ത് ചെയ്യണം പറ്റും? ഹല്ലേലൂയ. ചോദിച്ചാൽ പറയും കാർഡുണ്ട്, കാർഡ് കൊണ്ട് ബസ്സിൽ എന്ത് ചെയ്യുവാൻ? അതാ സമതലയില്ല, എവിടെ കൊടുക്കണമെന്നറിയില്ല, തിരിച്ചറിവില്ല, ബോധമില്ല. ഹല്ലേലൂയ. അവസാനം ആരൊക്കെയോ ചേർന്ന് ഇറക്കി വിടുന്ന അവസ്ഥ. ഹല്ലേലൂയ. ഇറക്കി, അതാ ചങ്ങല കൊണ്ട് ബന്ധിക്കേണ്ട അവസ്ഥ, കെട്ടിയിടേണ്ട അവസ്ഥ. ഹല്ലേലൂയ. അതെ, ഇങ്ങനെ ഒരാളെ നമുക്ക് മുൻപിൽ കാണുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17:5 വായിക്കുമ്പോൾ ഒരു ചന്ദ്രരോഗം പിടിച്ച ഒരു ബാലനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവനും ഇതേ പ്രവൃത്തിയായിരുന്നു. അവനും പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണു വല്ലാതെ കഷ്ടത്തിലായി പോയിരുന്നു. ഹല്ലേലൂയ. പിശാച് അവനെ കരങ്ങളിൽ എടുത്തപ്പോൾ അവന് തീ ഏതെന്നറിയില്ല, വെള്ളം ഏതെന്നറിയില്ല, അവന് എന്തെന്നറിയില്ല. ഹല്ലേലൂയ. 9:12 പറയുന്നു, അത് അവന് എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടും. ഹല്ലേലൂയ. പിടിക്കുന്നിടത്ത് വെച്ച് അവനെ തള്ളിയിടും. പിന്നെ അവൻ നുരച്ചു, പല്ല് കടിച്ചു, വരണ്ടു പോകുന്നു. അതെ, സ്വബോധമില്ലാത്ത ഒരു മനുഷ്യനെ പോലെ. ഹല്ലേലൂയ. അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലൂടെയും വെള്ളത്തിലൂടെയും നടത്തിക്കൊണ്ട് പോകുന്ന അവസ്ഥ. നമ്മുടെ ഇതുപോലെ കരങ്ങളിലെടുത്ത് അവൻ കൊണ്ടുപോകുന്നേ. കരങ്ങളിലെടുത്ത് ചില തീക്കകത്ത് തീ തിരിച്ചറിയാതെ, വെള്ളമേതെന്നറിയാതെ, ഒപ്പമുള്ളവരെ തിരിച്ചറിയാതെ പലപ്പോഴും കരങ്ങളിലെടുത്ത് വലിച്ചു കൊണ്ട് പോകുന്നവൻ്റെക്ക്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആ പിശാചിൻ്റെ അടുത്ത് സന്തോഷമുണ്ടായിരുന്നുവെങ്കിൽ അവർ എത്രയധികം സന്തോഷിക്കുമായിരുന്നു. പിശാചിൽ നിന്ന് സന്തോഷം ലഭിക്കുമായിരുന്നെങ്കിൽ അവർ എത്രയധികം ആനന്ദിക്കുമായിരുന്നു. ഹല്ലേലൂയ. പിശാചിന് കൊടുക്കാൻ കഴിയുന്ന സന്തോഷമല്ല, പിശാചിന് സന്തോഷം കൊടുക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാചിന് ആ മനുഷ്യൻ സന്തോഷം കൊടുക്കുമായിരുന്നെങ്കിൽ എത്രയധികം അവൻ സന്തോഷിച്ചേനെ. കാരണം അവൻ്റെ മേലിരുന്ന് വ്യാപരിച്ചു കൊണ്ട പിശാചിൻ്റെ എണ്ണ അത്രയ്ക്ക് വലുതാ, അത്രയ്ക്ക് മാത്രം അവൻ കരങ്ങളിൽ വഹിച്ചു കൊണ്ടിരുന്നേ. കാരണം എത്രമാത്രം അവനെ എടുക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവനായിരുന്നു ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തി. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മളെങ്ങനെ സന്തോഷിക്കുന്നു? ആ സന്തോഷം അവന് കാണുവാൻ കഴിയുന്നില്ല, നമ്മളെപ്പോലെ തിരിച്ചറിവുണ്ടാകുന്നില്ല. ഹല്ലേലൂയ. 6 ഇങ്ങനെ പറയുന്നു, അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. അതെ, യേശു വരുന്നത് കണ്ട് പിശാച് നമസ്കരിക്കുക. ഹല്ലേലൂയ. അതെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി വരുന്ന യേശുവിനെ കണ്ടിട്ട് ചാടി ഇറങ്ങി വന്ന് അവൻ്റെ മുൻപിൽ നമസ്കരിക്കുന്ന, മുട്ടുകുത്തുന്ന, നിലവിളിക്കുന്ന പിശാച്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, ആ ബാലന്റെ മേലും യേശുദാ ആ ഭൂതത്തെ ശാസിക്കുന്നു. ഹല്ലേലൂയ.
ആ ശ്വാസിച്ച നിമിഷം തന്നെ അതവന് വിട്ടുപോയെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ മേൽ ബാധിച്ച് നമ്മുടെ മേൽ കരങ്ങളെടുത്ത് വച്ചിരിക്കുന്ന ആ പിശാചിന്റെ അധികാരത്തെ ഇന്ന് ഈ പകലിൽ തന്നെ എൻ്റെ അപ്പൻ ഇന്ന് വിടുതല ചെയ്യും. ചിലതിൽ നിന്നൊക്കെ ഒരു സൃഷ്ടി പുറത്തു വരവ്. ഹല്ലേലൂയ. ചില അവസ്ഥകളിൽ നിന്നൊരു പുറത്തു വരുന്ന അനുഭവം. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവൃത്തി ഇങ്ങനെയാ. അവൻ ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കൊണ്ട് പോവുക. ഹല്ലേലൂയ. അവൻ മനുഷ്യനെ അകറ്റി ദൂരേക്ക് കൊണ്ടുപോകുന്ന അനുഭവം. ദൈവവുമായി നീ ഇടപെടാതിരിക്കാൻ തക്കവണ്ണം നിന്റെ ഉള്ളിനെ, ഫറവോന്റെ ഹൃദയത്തെ എത്രത്തോളം കഠിനമാക്കുവാൻ കഴിയുമോ അത്രത്തോളം കഠിനമാക്കുന്ന അവസ്ഥ. ഹൃദയത്തെ കഠിനമാക്കി ശരീരങ്ങളെ വേദനിപ്പിച്ച് സമതലയില്ലാതെ ബോധമില്ലാതെ ഓടിക്കുന്നവൻ. നമുക്ക് ആ പിശാചിനെ വേണോ? ഒന്ന് ചിന്തിച്ചേ. നമുക്ക് ആ പിശാചിൻ്റെ കൂടെയാണോ നിൽക്കുവാനുള്ളേ? നമുക്ക് ഇന്ന പകലിൽ ഈ സമയം തന്നെ അവനിൽ നിന്ന് നമുക്ക് രക്ഷ വേണം. നമുക്ക് വേണ്ടത് നമ്മുടെ യേശുവിൽ നിന്നാ വേണ്ടേ. സമാധാനം, സന്തോഷം, സ്നേഹം വേണോ? ഒരു സൈഡിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. ഒരു സൈഡിൽ കഷ്ടതയുണ്ട്, ശരീരോപദ്രവമുണ്ട്, തിരിച്ചറിവില്ലായ്മ. നമുക്ക് ഏതാ വേണ്ടേ? ഇന്ന് നമ്മൾ തീരുമാനിക്കുക. യേശുവിനൊപ്പം നിൽക്കണോ അതോ ഇപ്പുറത്തെ കഷ്ടതയിൽ നിൽക്കണോ? യേശുവിനൊപ്പം നിൽക്കുകയുണ്ടെങ്കിൽ നീ നിന്നോടൊപ്പം ഉള്ളവരെ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കും. ഹല്ലേലൂയ. യാക്കോബ് 2:19 പറയുന്നു, അവൻ ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നവനും ദൈവം മുൻപാകെ വിറയ്ക്കുന്നവനുമാകുന്നു. ചിലത് പിശാച് വിറയ്ക്കുമെന്നാ പറയുന്നേ. യേശു അടുത്ത് വരുമ്പോൾ നീ ഒന്ന് വിട്ടുകൊടുത്താൽ മതി. ഞാൻ എൻ്റെ അപ്പൻ്റെ പുത്രനെന്നും ഞാൻ എൻ്റെ അപ്പൻ്റെ പുത്രിയെന്നും നീ നിന്റെ നെഞ്ചത്ത് കരം വെച്ച് ഒന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. പിശാച് നിന്റെ അവിടെ നിന്ന് വിറയ്ക്കും, അവനൊന്ന് ഭയപ്പെടും. ഇനി നിന്റെ മേൽ അധികാരം തിരിച്ചറിയും. ഹല്ലേലൂയ. 7 പറയുന്നു, അവൻ ഉറക്കെ നിലവിളിക്കുക, യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിലെന്ത്? ദൈവത്താണ്, എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതെ, യേശുവിനെ നീ സ്വീകരിക്കുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന പിശാച് വിറങ്ങലിച്ചുകൊണ്ട്, വിറച്ചുകൊണ്ട്, ഭയപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ മുൻപിൽ വിറച്ചുകൊണ്ട് നിൽക്കുമെന്നാ പറയുന്നത്. അതെ, പിന്നെ അവന് നിന്റെ മുൻപ് ഒരു അധികാരവുമില്ല, ഒരു അവകാശവുമില്ല. ഹല്ലേലൂയ. തനിക്ക് കരുണ ലഭിക്കുവാൻ വേണ്ടി പിശാച് ഉറക്കെ നിലവിളിക്കുക. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. വീണ് നമസ്കരിക്കാൻ പറഞ്ഞവനാ. യേശുവിനോട് പറഞ്ഞു, നീ എൻ്റെ മുൻപിൽ വീണ് നമസ്കരിക്കാൻ പറഞ്ഞവൻ ഇന്ന് മുട്ടുമേൽ നിന്ന് വിറയ്ക്കുക. അവൻ വിറച്ചുകൊണ്ടിരിക്കുക, ഭയപ്പെട്ടുകൊണ്ടിരിക്കുക, നിലവിളിക്കുക. അതെ, അവൻ ഉച്ചത്തിൽ വിളിക്കുക, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര. ഈ നിലവിളിയാ നിന്റെ ഉള്ളിൽ നിന്ന് പോയിരേണ്ടത്. ഒന്ന് ഉച്ചത്തിൽ വിളിച്ചു നോക്കി, മഹോന്നതനായ എന്റെ ദൈവത്തിന്റെ പുത്ര, എന്നോടൊന്ന് ഇടപെടണേ. ഹല്ലേലൂയ. അവൻ ഇടപെടും. നീ ഒന്ന് ഉച്ചത്തിൽ നിലവിളിച്ചാൽ, ആ കരയ്ക്ക് കിടന്ന് ഉറങ്ങുന്നവൻ നീ ഒന്ന് തട്ടി ഉണർത്തിയാൽ, ആ അമരത്തുറങ്ങുന്നവൻ നീ ഒന്ന് തട്ടി വിളിച്ചാൽ ഉറക്കമുണർന്നു വരുന്നവനാ. നിന്റെ ഒരു വിളിക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന യേശു. ഹല്ലേലൂയ. കാതോതിരിക്കുക. നീ ഒന്ന് നിലവിളിച്ചാൽ മതി, നീ ഒന്ന് വിളിച്ചാൽ മതി. നീ നിന്റെ ഹൃദയം കൊണ്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറഞ്ഞ് നീ ഇന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ യേശു വരും. നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അടുക്കൽ നിന്ന് യേശു വരും. എൻ്റെ കരം പിടിച്ചവൻ അവൻ നിന്റെയും കരം പിടിക്കും. അവൻ തോളിൽ തട്ടി ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറയും. ഹല്ലേലൂയ. നീ ശക്തിപ്പെട്ടോ എന്ന് പറയും, നീ അധികം പ്രയോജനപ്പെടുമെന്ന് പറയും. ഈ കഷ്ടത നീ മരിക്കുവാനല്ല, നീ വിജയിക്കുവാനാ, സകലത്തിന്മേലും നീ ജയം നേടുവാനാ എന്ന് പറയുന്ന യേശുവാ നിന്റെ അടുത്ത് വരാൻ പോകുന്നേ. നീ ആയിരിക്കുന്ന കഷ്ടതയിൽ, നീ ആയിരിക്കുന്ന ആ ദാരിദ്ര്യത്തിന്മേൽ, നീ ആയിരിക്കുന്ന ഇല്ലായ്മയിന്മേൽ, ഹല്ലേലൂയ, ശക്തി പകരുന്ന ദൈവം, നിന്റെ ആത്മാവിന്റെ ബലത്തെ ശക്തിപ്പെടുത്തുന്നവനാ നിന്റെ അടുക്കലേക്ക് വരുന്ന ആ കരം പിടിക്കുവാൻ നീ തയ്യാറാകുമെങ്കിൽ. ഹല്ലേലൂയ. അതാ യേശു ശാസിക്കുക,
അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചു. ചിലതിനെ കൽപ്പിക്കുവാൻ തക്കവണ്ണം ഇന്ന് ഇതിനകത്തൊരു അധികാരം യേശു തന്നിരിക്കുക. ചിലതിനെ കൽപ്പിച്ച് പുറത്താക്കുവാൻ തക്കവണ്ണം നീ ഏറ്റെടുക്കുമെങ്കിൽ, നിന്നോട് നിന്ന് വിട്ടു പോകുവാൻ നിന്റെ നാവ് കൊണ്ട് നീ ഏറ്റു പറയുമെങ്കിൽ, നിന്റെ അധരം കൊണ്ട്, നിന്റെ ഹൃദയം കൊണ്ട് നീ ഇന്ന് ഏറ്റു പറഞ്ഞോ, എന്നെ വിട്ട് പോ വന്ന പിശാചേ, ഇനി എൻ്റെ മേൽ നിനക്ക് ഒരധികാരവുമില്ല. നിനക്കിനി എൻ്റെ മേൽ ഒരു അവകാശവുമില്ല. നീ ഏറ്റു പറഞ്ഞു നോക്കിയേ, നീ ഒരു പുതിയൊരു ആത്മാവിൻ്റെ ശക്തി തിരിച്ചറിയും. നിന്റെ കണ്ണൊന്ന് തുറക്കും. ഇതുവരെ നീ കണ്ണടയ്ക്കുമ്പോൾ കണ്ടതൊരു ഇരുട്ട് മറയ്ക്കുന്ന, മൂടി മറയ്ക്കുന്ന, അന്ധകാരം കൊണ്ട് മൂടി മറയ്ക്കുന്ന നിന്റെ കണ്ണിന്മേൽ ഒരു വെളിച്ചം നീ കാണും. ഒരു വെളിച്ചം നീ കാണും. മറ നീക്കി പുറത്തു വരുന്ന വെളിച്ചം. അത് ഓടിച്ചു കൊണ്ട് പോകുക. പിശാച് മറ നീക്കി പുറത്ത് പോകുമ്പോൾ നിന്റെ അന്ധകാരം മാറി ഇരുട്ട് മാറി വെളിച്ചം വ്യാപരിക്കും. ഈ അന്ധകാരത്തിന്മേലും യേശുവിൻ്റെ അധികാരമുള്ള നാമം ഉയരുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന അവസ്ഥകളിന്മേൽ ഒരു വിജയം നിനക്കുണ്ട്. നീ ആയിരിക്കുന്ന അവസ്ഥകളിന്മേൽ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്നൊരു അവസ്ഥയിലായിരിക്കാം, വളരെ കഷ്ടത്തിലായിരിക്കാം, പിശാച് കരങ്ങളിലെടുത്തിരിക്കാം. അതിന്മേലൊരു വിജയമുണ്ടെന്ന്, ഒരു വിജയമുണ്ട്. അവൻ നിന്നെ സന്ദർശിക്കുക, അവൻ നിന്റെ അടുക്കൽ പറയുക, അവൻ നിന്റെ അടുക്കലേക്ക് വരിക. നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റു പറയണം. നിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീ വായ കൊണ്ട് നിലവിളിക്കണം. യേശുവേ, മഹോന്നതനായ പുത്ര, എൻ്റെ അടുക്കൽ വരണമേ, എൻ്റെ അടുക്കൽ വരണമേ. അപ്പോൾ ഒരു നിലവിളി നീ കേൾക്കും. പിശാചിൻ്റെ നിലവിളി, എന്നെ കണ്ടിപ്പിക്കരുതേ, എന്നെ ബന്ധിക്കരുതേ. ഹല്ലേലൂയ. അതെ, ആ മനുഷ്യന് മേൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിക്കുന്ന യേശു. ഹല്ലേലൂയ. യേശു ചോദിക്കുക, നിന്റെ പേര് എന്ത്? ഹല്ലേലൂയ. പിശാച് പറയുന്നു, എൻ്റെ പേര് ലെഗ്വോൻ. ഹല്ലേലൂയ. ലെഗ്വോൻ എന്ന് പറയുക. കാരണം ഞങ്ങൾ പലരാകുന്നു. ഒരാളല്ല അവനെ ബന്ധിച്ചിരുന്നേ, പലര് കൂട്ടം കൂടി അവനെ ബന്ധിച്ചിരുന്നേ. അവനെ ബന്ധിച്ചപ്പോൾ അവൻ വീട് മറന്നു, ദേശം മറന്നു, ലോകത്തെ മറന്നു. ഹല്ലേലൂയ. അവൻ്റെ സന്തോഷത്തെ മറന്നു. ഹല്ലേലൂയ. നാട്ടിൽ നിന്നു ഞങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് പിശാച് അപേക്ഷിക്കുക. അവൻ്റെ മേൽ അവകാശം പറഞ്ഞിരിക്കുന്ന പിശാച് ആ ദൈവത്തോട് അപേക്ഷിക്കുക, എന്നെ ഓടിക്കരുതേ, എന്നെ വിട്ടു കളയരുതേ. അതേപോലെ അപേക്ഷ ഇതിനകത്ത് ഉയരുന്നുണ്ട്. ഇതിനകത്ത് അവകാശം പറഞ്ഞ് ബന്ധിച്ച ഒരു വിളി, അന്ധകാരം കൊണ്ട് മൂടി മറയ്ക്കുന്ന അനുഭവം. ദീപൽക്കടകര ബൗഡക്ഷാര. കണ്ണടയ്ക്കുമ്പോൾ ഒരു അന്ധകാരമാണ് കാണുന്നേ. നോക്കി കാണുകയാ, നോക്കുന്നു. ഒരു ചുവന്ന കണ്ണുള്ള ഭയപ്പെടുത്തുന്ന ഒരു രൂപമാണ് നീ കാണുന്നേ. ഇന്ന് അതിന്മേൽ നീ ഒരു വിജയമെടുക്കുക. രാത്രികളിൽ നിന്നെ ഭയപ്പെടുത്തുന്ന, രാത്രികളിൽ നിന്നെ ഉറക്കത്തെ നശിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ ഭയപ്പെടുത്തുമാറാകെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില അനുഭവങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ. നിന്റെ അവസ്ഥകൾ മാറുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ ആരോ നിന്നെ കയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ, കുഴിയിലേക്ക് വലിച്ചിറക്കുന്നത് പോലെ, പുറകിൽ നിന്ന് ആരോ തള്ളിയിടുന്നത് പോലെ നിന്നെ ഭയപ്പെടുത്തുമാറാകെ നിന്റെ മേൽ അവകാശം പറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ മേൽ നീ ജയമെടുക്കുവാൻ പോകുകയാ. നീ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പുറകിൽ ആരോ ഇരിക്കുന്നത് പോലുള്ള ഭയം. വാഹനത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ പുറകിലാരോ നിന്നോടൊപ്പം കയറുന്നത് പോലെ, നീ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിന്നെ ആരോ പിന്തുടരുന്നത് പോലെ ഒരു കൂരിരുട്ടൻ്റെ അനുഭവം ഇന്ന് തഴിഞ്ഞു മാറുക. യേശു നിനക്കായി അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയം കൊണ്ട് നീ ഏറ്റു പറയുകയാണെന്നുണ്ടെങ്കിൽ, നീ ഇന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ, ചിലതിന്മേൽ നിന്ന് വിജയമെടുക്കും. ചിലതിനെ വിട്ട് നീ പുറത്തു വരും. നിന്റെ മേൽ അവകാശം പറഞ്ഞ് ബന്ധിച്ച് വച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് ആ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി എനിക്ക് വേണ്ടി എന്ന് നീ വിശ്വസിച്ചോ. എനിക്ക് ഒരാൾക്ക് വേണ്ടി മാത്രം
ആ യേശു അവിടെ ഒത്തിരിയൊന്നും പ്രതീക്ഷിച്ചില്ല, ഒത്തിരിയൊന്നും അവിടെ പറയാൻ പറ്റിയില്ല, ഒത്തിരിയൊന്നും അവിടെ കണ്ടില്ല. ആ ഒരു മനുഷ്യന് വേണ്ടി മാത്രമാ ആ കാറ്റും കടലും കടന്നു വന്നേ. അവന് ഒരുത്തനു വേണ്ടി കടന്നു വന്നുവെങ്കിൽ നിങ്ങളുടെ അടുക്കലേക്ക് അവൻ എത്ര പെട്ടെന്ന് കടന്നു വരുവാൻ കഴിയാതിരിക്കും. അവൻ നിങ്ങളെ അടുക്കലേക്കും കടന്നു വരും. നിങ്ങൾ ഇന്നായിരിക്കുന്ന അവസ്ഥകളെ മാറ്റുവാൻ നിന്റെ അടുക്കലേക്ക് അവൻ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ കടന്നു വരുമെന്നാ പറയുന്നേ. ഒരു ആത്മപ്രവാഹം പോലെ നീ തിരിച്ചറിയും. ഒരു തിരിച്ചറിവുണ്ടാകുക. നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, നീ ഒന്ന് വിട്ടുകൊടുത്ത് നോക്കിയേ, നീ ഒന്നിൻ്റെ ഹൃദയത്തിലൊന്ന് ചോദിച്ചു നോക്കിയേ, ഞാൻ ആരാപ്പാ? എൻ്റെ മേൽ ആരാക്കപ്പാ എന്നെ ഇങ്ങനെ നിയന്ത്രിക്കുന്നേ? എന്നെ ആരാ അപ്പനെ ഇങ്ങനെ ബന്ധിച്ച് വച്ചിരിക്കുന്നേ? എനിക്കിന്ന് അതിൽ നിന്ന് പുറത്തു വരണം. സ്നേഹമുള്ള മനുഷ്യനായി, സമാധാനമുള്ള മനുഷ്യനായി, എല്ലാവരും ഇഷ്ടപ്പെടുന്ന മനുഷ്യനായി, എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യനായി. കുടുംബത്തിനകത്ത് ഒരു സമാധാനം വേണം, ഒരു സന്തോഷം വേണം, ആത്മാവിൻ്റെ സന്തോഷം. ആത്മാവിൻ്റെ സന്തോഷം എനിക്ക് അറിയണം അപ്പാ. ഏൽപ്പിച്ചു കൊടുത്തേ. ഈ അവസ്ഥകൾ മാറും, ഈ ഇല്ലായ്മ മാറും, ദാരിദ്ര്യം മാറും, കഷ്ടത മാറും. നിന്നെ അടക്കം വച്ചിരിക്കുന്ന, ബന്ധിച്ച് വച്ചിരിക്കുന്ന കല്ലറയ്ക്കകത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇരുട്ട് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ. അതുപോലൊരു അനുഭവമാണ് അടക്കി വച്ചിരിക്കുന്ന അനുഭവം. അടക്കി വച്ച് കുഴിക്കകത്ത് കുഴിച്ചിട്ടതുപോലെ പുറത്തേക്ക് വരുവാൻ കഴിയാതെ ഒരു കയത്തിലകപ്പെട്ടതുപോലെ നിന്റെ കാൽ ഉറയ്ക്കാതെ നീ താണു പോകുന്ന അനുഭവം നീ മാറുക. നിന്റെ കാലിന് ഉറപ്പുള്ള പാറമേൽ നിർത്തുമെന്ന് യേശു പറയുന്നു. നിന്നെ അവൻ്റെ ഉറപ്പുള്ള പാറമേൽ നിന്റെ ആലിനെ ഉറപ്പുള്ള പാറമേൽ നീ ഏത് കയത്തിന്മേലായാലും, നീ ഏത് അവസ്ഥയിന്മേലായാലും ഉറപ്പുള്ള പാറമേൽ നിർത്തുമെന്നാ പറയുന്നേ. ഹല്ലേലൂയ. അതെ, ആ പിശാച് വിട്ടുപോയപ്പോൾ ആ മനുഷ്യൻ ചോദിക്കുക, ഞാനും നിന്നൊപ്പം വന്നോട്ടെ? നീയും ചോദിക്കും. നിന്റെ മേൽ വ്യാപരിക്കുന്ന നീ ഇന്നായിരിക്കുന്ന അവസ്ഥകൾ മാറുമ്പോൾ നീയും ചോദിക്കും, അപ്പനെ എനിക്കും അപ്പന് വേണ്ടി സാക്ഷിക്കണം, എനിക്കും ഈ ദൈവവചനം ഉയർത്തണം, എനിക്കും അധികം പ്രയോജനപ്പെടണം. കാരണം ഞാൻ അങ്ങനെയാ നിൽക്കുന്നേ. എത്രത്തോളം നിൽക്കുവാൻ കഴിയുമോ അത്രത്തോളം നിൽക്കണം. കാരണം എന്നെ അത്രത്തോളം എൻ്റെ അപ്പൻ സ്നേഹിക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുവാൻ എനിക്ക് ഒരു മടിയുമില്ല. എന്ന് പറഞ്ഞ് കഷ്ടതയില്ല എന്നല്ല, കഷ്ടതയുണ്ട്. ഈ കഷ്ടതയിന്മേലും എന്നെ അപ്പൻ സ്നേഹിക്കുക. ഞാനിന്നിവിടെ കടന്നു വന്ന് നിൽക്കുമ്പോൾ ഒന്ന് പറയട്ടെ, ഞാനും ഒരു വലിയ ദുഃഖത്തിൽ നിന്ന് തന്നെ കടന്നു വന്നിരിക്കുന്നേ. ചെയ്യാത്ത തെറ്റിന്മേൽ എന്നെ ഒരു ക്രൂശിൽ ബന്ധിക്കുന്നത് പോലെ ഞാനപ്പോൾ തിരിച്ചറിയുന്നു, യേശു എന്ത് തെറ്റ് ചെയ്തിട്ടാ യേശുവിനെ ബന്ധിച്ചേ? അതെ, യേശു തെറ്റ് ചെയ്യാതെ ബന്ധിച്ചു എങ്കിൽ എൻ്റെ മേലും ബന്ധനമുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത തെറ്റിന്മേലായി എന്നെ ബന്ധിച്ചത് മാത്രമല്ല, തലകുനിക്കുന്ന അനുഭവം, പരിഹാസം കേൾക്കേണ്ടി വന്നു. ഹല്ലേലൂയ. ആരും വിശ്വസിക്കാത്ത അവസ്ഥ. എങ്കിലും എനിക്ക് വേണ്ടി കാക്കയെ അയക്കുന്നവനാ, എനിക്ക് വേണ്ടി എൻ്റെ അടുത്തേക്ക് ചിലരെ അയക്കുകയാ. എന്നെ വിശ്വസിക്കുന്ന, എൻ്റെ വാക്ക് ഉൾക്കൊള്ളുന്ന ചിലരത്തേക്ക് എൻ്റെ അപ്പൻ ചിലരെ എൻ്റെ അടുക്കലേക്ക് അയക്കുക. നീ വിശ്വസിക്കുമെങ്കിൽ നിൻ്റെ അടുക്കൽ അതുപോലൊരു അനുഭവമുണ്ട്. നീയും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര വിളിച്ചു പറഞ്ഞാലും മതി വരികയില്ല, എത്ര ഉച്ചത്തിൽ നിലവിളിച്ചാലും മതി വരികയില്ല. അതെ, എന്നെ പിശാച് ഒരു സൈഡിൽ നിന്ന് തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ ഒരു സൈഡിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുക. അതവൻ തിരിച്ചറിയുന്നില്ല. പിശാച് തകർക്കാൻ ശ്രമിക്കും തോറും എൻ്റെ അപ്പൻ എന്നെ ശക്തിപ്പെടുത്തുന്നു, എന്നെ ബലപ്പെടുത്തുന്നു, എന്നെ പുറത്ത് കൊണ്ടുവരുന്നു. അധികം ശക്തി എൻ്റെ മേൽ പകരപ്പെടുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ പരീക്ഷിച്ചോ പിശാചേ, നീ എന്നെ പരീക്ഷിച്ചോ. എനിക്കൊരു വിജയം വേണം. എനിക്ക് എൻ്റെ യേശുവിനെ അറിയുവാൻ, എൻ്റെ യേശുവിനെ തൊട്ടറിയണമെങ്കിൽ എനിക്ക് നിൻ്റെ പരീക്ഷണം ആവശ്യമാണ്. നിൻ്റെ കഷ്ടത എനിക്ക് ആവശ്യമാണ്. യോബ് ഇത്രത്തോളം കഷ്ടതയിൽ പോയി എങ്കിൽ, ആ കഷ്ടതയിൽ നിന്ന് വിജയം നേടിയെങ്കിൽ, ഞാനൊന്ന് തുറന്ന് പറയട്ടെ, നിങ്ങളായിരിക്കുന്ന ഈ കഷ്ടത മാറും, നിങ്ങളായിരിക്കുന്ന ഇല്ലായ്മ മാറും. ഇരട്ടിയായി കൊടുത്തുവെന്നാ പറയുന്നേ, സമൃദ്ധിയായി കൊടുത്തുവെന്നാ പറയുന്നേ. കെട്ടുപോയതെല്ലാം ഇരട്ടിയായി ലഭിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. അതെ,
പ്രിയതേ മക്കളെ, ആ യേശുവിൻ്റെ പ്രവൃത്തി അവന് പറയാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ്റെ നാട്ടിൽ മൊത്തവും, ആ ദിക്കപ്പൊരു നാട്ടിൽ മൊത്തവും അവൻ ആ യേശുവിൻ്റെ സ്തുതി പരത്തിക്കൊണ്ടേയിരുന്നു. അവിടെ നിന്നവർ ഇത് കണ്ട് ഭയപ്പെട്ടപ്പോൾ, യേശുവിൻ്റെ ഈ പ്രവൃത്തി കണ്ട് ഇവൻ എന്ത് അധികാരമെന്ന് കണ്ട് അവിടെ നിന്നവർ ഭയപ്പെട്ടപ്പോൾ ഇവൻ അവിടെ സുവിശേഷം പറയുക. ഈ ഭയപ്പെട്ട മനുഷ്യൻ, പിശാച് ബാധിച്ച മനുഷ്യൻ, അവൻ ആ യേശുവിൻ്റെ നാമം അധികം ശക്തിയോടെ ആ നാട് മൊത്തം ഉയർത്തുകയാ. പരീക്ഷിക്കപ്പെട്ടതുകൊണ്ടാ അവൻ ഉയർത്താൻ സാധിച്ചേ. അവൻ അത്രത്തോളം കഷ്ടതയിലായിരുന്നത് കൊണ്ടാ അവൻ അത്രത്തോളം ഉയർത്തുവാൻ സാധിക്കുന്നേ. അവൻ ഇത്രത്തോളം നശിച്ചത് കൊണ്ടാ അവൻ അത്രത്തോളം ഉയർത്തുവാൻ സാധിക്കുന്നേ. ഹല്ലേലൂയ. നിന്റെ ഇല്ലായ്മ നിന്റെ നല്ലതിന് വേണ്ടിയാ. നീ ഇപ്പോൾ ഇല്ലായ്മയിലായിരിക്കുന്നത് നീ നശിച്ചു പോകുവാനല്ല. ആ ഇല്ലായ്മയും മാറും. ആ ഇല്ലായ്മ മാറുമ്പോൾ അധികം ശക്തിയോടെ നീ ആ നാമം ഉയർത്തും. ഹല്ലേലൂയ. നീ ചുമ്മാ ഉയർത്തുമെന്നല്ല. വേണമെങ്കിൽ യേശുവിനെ അവനെ കൂടെ കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ യേശു പറഞ്ഞു, നീ നിന്റെ വീട്ടിൽ പോക. കാരണം വീട്ടിൽ നിന്നെ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിന്റെ ദേശത്ത് നിന്നെ ഈ രൂപത്തിൽ, ഈ ഭാവത്തിൽ, നിന്റെ ഇല്ലായ്മയിൽ കണ്ട ഒത്തിരി പേരുണ്ട്. അവരുടെ മുൻപിലാ നീ പറയണ്ടേ, അല്ലാതെ എൻ്റെ ഒപ്പം വന്നവരുടെ അല്ല. നീ ഒരു സാക്ഷിയാ. എൻ്റെ പ്രവൃത്തി അറിഞ്ഞ, എൻ്റെ പ്രവൃത്തി വിശ്വസിച്ച, എൻ്റെ പ്രവൃത്തി തൊട്ടറിഞ്ഞ ഒരു സാക്ഷി. ഈ സാക്ഷ്യം പറയണം. ആ ദേശത്തെങ്ങും ആ സുവിശേഷം എത്തണം. നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ആ അനുഭവമുണ്ട്. ആ സുവിശേഷത്തിൻ്റെ അനുഭവമുണ്ട്. ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നീ നിന്റെ ഹൃദയം തൊട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിന്നോട് അവൻ സംസാരിക്കും. ആ സുവിശേഷത്തെക്കുറിച്ച് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കി. ഒരു നിമിഷം എല്ലാ തലകളും വണക്കിയാട്ടെ. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ യേശുവിൻ്റെ മുൻപിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അപ്പനെ, എൻ്റെ മേൽ അപ്പൻ ചെയ്ത പ്രവൃത്തി എനിക്ക് ഇങ്ങനെ വർണ്ണിച്ചാൽ പോരാ, അധികം വർണ്ണിക്കണം. എൻ്റെ കഷ്ടത, എൻ്റെ ഇല്ലായ്മ എനിക്ക് വിജയം തരുമ്പോൾ എനിക്ക് അധികം ഉച്ചത്തിൽ എൻ്റെ അപ്പൻ്റെ നാമം ഉയർത്തണം. അധികാരത്തോടെ, അഭിഷേകത്തോടെ, ശക്തിയോടെ. ഒരു തലമുറ നശിച്ചു പോകുമ്പോൾ ആ തലമുറകളെ വീണ്ടെടുക്കുവാനുള്ള ശക്തി എൻ്റെ മേൽ പകരണമേ അപ്പാ. ആ ബലത്തെ എൻ്റെ മേൽ പകരണമേ കർത്താവേ. മഹോന്നത ദൈവപുത്ര, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കർത്താവേ, യേശുവേ, പ്രിയജനത്തെയും അടിയനെയും തിരുകരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന യാചനയ്ക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ, വേഗം വരണമേ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.